നമ്മുടെ പ്രിയപ്പെട്ട ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ 1796 പാരഗ്രാഫ് നിങ്ങൾ നോട്ട് ബുക്കിൽ ഒന്ന് എഴുതി വെച്ചാൽ മതി, പിന്നീട് റെഫറൻസ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. 1796 പാരഗ്രാഫിലാണ് ഫൗസ്റ്റീനാമ്മ ഇങ്ങനെ ഒരു ദർശനം കാണുകയാണ്. ഇങ്ങനെ ഈശോയുടെ വലിയൊരു പ്രകാശം കാണുകയാണ്. എന്നിട്ട് ഈശോ ഫൗസ്റ്റീനാമ്മയോട് ഇങ്ങനെ പറയുന്നത് പോലെ ഫൗസ്റ്റീനാമ്മയ്ക്ക് ആ ഒരു ബോധ്യം കിട്ടുകയാണ്, ഈ പ്രകാശം ലോകം മുഴുവൻ വ്യാപിക്കുന്നു. നമ്മൾ കരുണയുടെ തിരുനാളൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് നിറയേണ്ട വലിയൊരു കാര്യമാണ്, നമ്മളേറ്റവും സങ്കടത്തിലായിരിക്കുമ്പോൾ, നമ്മളേറ്റവും അന്ധകാരത്തിലായിരിക്കുമ്പോൾ ഈശോയിൽ നിന്ന് വരുന്ന പ്രകാശം, ലോകം മുഴുവൻ വ്യാപിക്കുന്ന കരുണയുടെ പ്രകാശം നമുക്ക് കിട്ടിയാൽ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റും. ചേർന്ന് പറയാം ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കടമോ നമ്മുടെ രോഗമോ നമ്മുടെ വേദനയോ എന്ത് തന്നെ, ഒരുപക്ഷെ നമ്മുടെ പാപങ്ങൾ തന്നെ നമ്മളെ ഒരു അന്ധകാരത്തിലാക്കിയാലും ഈ ലോകത്ത് മുഴുവൻ പ്രകാശിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രകാശം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന്, ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ലോകത്തിലേക്ക് ഒഴുകുന്നു. ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ 1796 പാരഗ്രാഫിലാണ് അങ്ങനെ പറയുക, ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ പറ്റുന്ന ഈശോയുടെ മുറിവിൽ നിന്നൊഴുകുന്ന ഒരു വെളിച്ചം. വിശുദ്ധാത്മാക്കളൊക്കെ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, ഈശോയുടെ മുറിവിൽ നിന്ന് ഒഴുകുന്നത് രക്തമല്ല, പ്രകാശമാണ്. ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണേ, ഈശോയുടെ മുറിവിൽ നിന്ന് ഒഴുകുന്നത് രക്തമല്ല, പകരം എന്താണ്? പ്രകാശമാണ്. അതുകൊണ്ട് വിശുദ്ധാത്മാക്കളൊക്കെ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് വിശുദ്ധ അഗസ്തീനോസൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഏത് സഹനം വരുന്ന സമയത്തും ഈശോയുടെ മുറിവുകളെ ധ്യാനിക്കുക. ഈശോയുടെ മുറിവുകളെ ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? പ്രകാശം ലഭിക്കും എന്ന് പറയും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയുടെ കരുണയുടെ തിരുനാളൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഓർക്കണം, ഈശോ ആ കാരുണ്യം ചൊരിഞ്ഞതാണ് കുരിശിൽ നമ്മൾ കാണുന്നത്. നമ്മൾ കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ, നോമ്പുകാലത്തിൻ്റെ ഇത് പ്രധാനപ്പെട്ട ദിവസങ്ങൾ നമ്മൾ ഏറ്റവും നന്നായിട്ടൊക്കെ ആഘോഷിച്ചപ്പോൾ, കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലിയപ്പോൾ, ഈശോയുടെ കുരിശുമരത്തിലൊക്കെ നമ്മൾ ചേർന്ന് പിടിച്ച് ചുംബിച്ചപ്പോൾ, ഓരോ മുറിവിൽ നിന്നും എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ ഓർക്കണം, ഒഴുകിയിറങ്ങിയത് രക്തമല്ല, പകരം നമ്മളെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന പ്രകാശമാണ്. നമുക്ക് ആ പ്രകാശം കിട്ടുക എന്ന് വെച്ചാൽ വിശുദ്ധർ പറയുന്ന പോലെ എന്ത് വേദനയിലും എന്ത് മുറിവിലും ഈശോയുടെ മുറിവുകളെ ധ്യാനിക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അത് നമുക്ക് വേണ്ടത്. ഇപ്പം നമുക്കുണ്ടായ സങ്കടങ്ങൾ, നമുക്കുണ്ടായ മുറിവുകൾ എല്ലാവരും ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മുറിവേറ്റവരാണ്. ആ മുറിവുകളെക്കുറിച്ച് ഓർത്തിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ദുഃഖിക്കും. ഈശോയുടെ മുറിവിലേക്ക് നോക്കിയാൽ നമ്മൾ സൗഖ്യം പ്രാപിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ വായന ഓർക്കുന്നുണ്ടോ? അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യം പ്രാപിക്കും. ബൈ ഹിസ് വൂണ്ട്സ് വി ആർ ഹീൽഡ്. നമ്മുടെ വൂണ്ട്സ്, നമ്മുടെ മുറിവ്, നമ്മുടെ സങ്കടങ്ങൾ, നമുക്ക് കേൾക്കേണ്ടി വന്ന കളിയാക്കലുകൾ, വേദനകൾ, ഒറ്റപ്പെടലുകൾ, തെറ്റിദ്ധാരണകളൊക്കെ ഓർത്ത് ആ മുറിവുകളെ ഓർത്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ദുഃഖിക്കും. ഈശോയുടെ മുറിവിലേക്ക് നോക്കിയാൽ നമുക്ക് പ്രകാശം ലഭിക്കും, നമ്മൾ സൗഖ്യപ്പെടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എളുപ്പമാണോ അത്? എളുപ്പമാക്കണം. ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാറില്ലേ? നിങ്ങൾ ഓർത്തിരിക്കാറുണ്ടോ? ബാലരമ്മ പണ്ട് വായിച്ചതല്ല ഓർത്തിരിക്കുന്നത്, നമ്മളതൊക്കെ ചിലപ്പോൾ മറന്നു പോകും. പക്ഷെ നമുക്കുണ്ടായ വിഷമങ്ങളൊക്കെ എളുപ്പമാണോ? ആന്തരിക സൗഖ്യ ധ്യാനം എത്ര എണ്ണം കൂടിയതാണ് നിങ്ങൾ? ക്ഷമയുടെ ശുശ്രൂഷയൊക്കെ എത്ര എണ്ണം കൂടിയതാണ്? ക്ഷമിക്കാൻ ചിലപ്പോൾ കുറേയും കൂടെ എളുപ്പമായിരിക്കും, മറന്നു കളയാൻ അത്ര എളുപ്പമല്ല. അടുത്തിടയ്ക്ക് ഞങ്ങളുടെ ആത്മീയ ഗുരുക്കന്മാരിൽ ഒരാളായ ഫാദർ റോയ് പാലാട്ടി, എനിക്ക് വളരെയധികം ഞാൻ ഒത്തിരിയധികം സ്നേഹിക്കുന്ന വൈദികരിലൊരാളാണ്, ഒത്തിരിയധികം ഒരു ഹയർ ലെവലിൽ ഞാൻ വെച്ചിരിക്കുന്ന വൈദികരിലൊരാളാണ് ഫാദർ റോയ് പാലാട്ടി CMI. അച്ഛൻ ഈ ഇടയ്ക്കൊരു ടോക്കിൽ ഇങ്ങനെ പറയുകയുണ്ടായി, ഈശോ ക്ഷമിച്ചു അല്ലേ, കുരിശിൽ കിടന്നുകൊണ്ട് ക്ഷമിച്ചു. നമ്മൾ ക്ഷമിക്കാൻ മാത്രം പഠിച്ചാൽ പോരെന്ന് അച്ഛൻ പറയാം. ക്ഷമിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, ക്ഷമ വളരെ വലുതാണ്, അത് വേണ്ടതാണ്, ആട്ടിൻ സൂപ്പിനേക്കാൾ ഗുണം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മട്ടൺ ഇഷ്ടമില്ലാത്തവരും ക്ഷമിച്ചു, നിങ്ങൾ ആളുകളോട് ക്ഷമിച്ചു. പക്ഷെ അച്ഛൻ പറയുന്നത് ക്ഷമിച്ചാൽ മാത്രം പോരാ, ക്ഷമ സ്വീകരിക്കാനും കൂടെ നമ്മൾ തയ്യാറാവണം. എന്ന് വെച്ചാൽ നോക്ക്, ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചു, എന്നിട്ട് ഞാൻ നിങ്ങളോട് സോറി പറയാണ്, എനിക്ക് തെറ്റ് പറ്റി, എനിക്കൊരു അബദ്ധം പറ്റി, അറിയാണ്ട് പെട്ടെന്ന് ഞാനിങ്ങനെ ദേഷ്യപ്പെട്ട് പോയതാണ്, എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്, സോറി. നിങ്ങൾക്ക് എന്നോട് ക്ഷമിക്കാം അല്ലേ, അച്ഛൻ ചെയ്ത തെറ്റ് നിങ്ങൾക്ക് എന്നോട് ക്ഷമിക്കാം. റോയിച്ചൻ പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ ക്ഷമിച്ചാൽ മാത്രം പോരാ. ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചു, നിങ്ങൾ എന്നോട് ക്ഷമിച്ചു, പോരാ, നിങ്ങൾ ക്ഷമ സ്വീകരിക്കാനും കൂടെ തയ്യാറാവണം. എന്ന് വെച്ചാൽ വി ഷുഡ് ഫോർഗീവ് അവേഴ്സെൽവ്സ്. നമ്മളോടും കൂടെ ഒന്ന് പൊറുക്കാൻ തയ്യാറാവണം. നമ്മളോടും കൂടെ പൊറുക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യാഖ്യാനം ഇതിനോടൊന്ന് ചേർത്ത് ചിന്തിക്കുക. എത്രയോ അബദ്ധങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, ശരിയാണോ? നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടമില്ലാത്ത രീതിയിൽ കുറേ മണ്ടത്തരങ്ങൾ നമ്മൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്, ആവർത്തിച്ച് ചില പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ഒഴിവാക്കണം എന്ന് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്ഷമിക്കണം. ആരോട് ക്ഷമിക്കണം? നമ്മളോട് തന്നെ ഒന്ന് ക്ഷമിക്കണം. ആ ക്ഷമ നമ്മൾ സ്വീകരിക്കണം.
ഇച്ചിരി കട്ടിയായി പോയെന്ന് തോന്നുന്നു. ഇത് മനസ്സിലാക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത് സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കുകയെ, നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ക്ഷമിക്കണം. നമുക്ക് ഇഷ്ടമില്ലാത്ത ചില സ്വഭാവ രീതികളുണ്ട്. ഫൊർഗീവ്, സാരമില്ലടാന്ന് തന്നെ അങ്ങ് പറ. ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും. നിങ്ങളുടെ ഇരിക്കുന്ന വലിയ ശതമാനം 90% ആൾക്കാരും ദേഷ്യക്കാരാണ്. ദേഷ്യമില്ല എന്ന് പറയുന്ന 10% നുണയന്മാരും നുണച്ചികളുമാണ്. എല്ലാവരും ദേഷ്യപ്പെടും. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനവും കൂടെയാണ് ദേഷ്യം എന്നുള്ളത്. ഇതെൻ്റെ കുറവാണ്. ഐ ഫൊർഗീവ്. എന്നോട് തന്നെ ഞാൻ ക്ഷമിക്കുകയാണ്. നിരാശപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇതൊരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന് കരയുന്ന ആളുകളുണ്ട്. ഒരു കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ വണ്ടേക്ക് കണ്ട ഒരു കൊച്ചു ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ശരിയാവില്ല അച്ഛാ, ഞാൻ ജയിക്കത്തില്ല അച്ഛാ, ഞാൻ ജയിക്കത്തില്ല അച്ഛാ, ഞാൻ എന്തായാലും ജയിക്കത്തില്ല അച്ഛാ. ഇങ്ങനെ നിരാശപ്പെട്ടു. ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, നീ ജയിക്കും, നീ ജയിച്ചിട്ട് ഇവിടെ വരുന്നു. വന്നിട്ടുണ്ടോ? എന്തിടെ അലീന വന്നില്ലേ? വരുമോ? ജയിച്ചില്ലേ? അതാണ്, അത്രേ ഉള്ളൂ. പക്ഷെ ആ കൊച്ചു കിടന്ന് കരഞ്ഞപ്പുറത്ത് ഞാൻ വിചാരിച്ചു, ദൈവമേ ഇന്നിവിടെ മഴ പെയ്യുന്നു ചോദിച്ചാൽ. അതുപോലത്തെ കരച്ചിലാണ്. ഞാൻ ജയിക്കത്തില്ല അച്ഛാ, ഞാൻ ജയിക്കത്തില്ല. ഞാൻ ചോദിച്ചു, പരീക്ഷ എഴുതിയോ? എഴുതി. നന്നായിട്ട് എഴുതിയോ? എഴുതി. ജയിക്കല്ലേ? ജയിക്കത്തില്ല. നിരാശ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പം നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ സങ്കടങ്ങളായിരിക്കാം. ഫൊർഗീവ്. ഈ നിരാശപ്പെടുന്ന എന്നോട് ഞാൻ ക്ഷമിക്കുന്നു. ആ ക്ഷമ സ്വീകരിക്കുക. എല്ലാവരോടും ദേഷ്യപ്പെടുന്ന എൻ്റെ സ്വഭാവത്തോട് ഞാൻ ക്ഷമിക്കുന്നു. പെട്ടെന്ന് തൊട്ടാവാടിയായി പോകുന്ന എൻ്റെ സ്വഭാവത്തോട് ഞാൻ ക്ഷമിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളെ ഓർത്തിങ്ങനെ വേദനിച്ചിരിക്കുന്ന എൻ്റെ സ്വഭാവ കുറവുകളോട് ഞാൻ ക്ഷമിക്കുന്നു. നമ്മൾ ക്ഷമിച്ചാൽ മാത്രം പോരാ, ക്ഷമ സ്വീകരിക്കുന്നവരും ആകണം. നമ്മളോട് തന്നെ നമ്മൾ ക്ഷമിക്കണം. ആ ക്ഷമയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം ഇല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നറിയോ? നമ്മൾ ഈ അനുഭവിച്ച വേദനകൾ, നമ്മുടെ പരാജയങ്ങളൊക്കെ ഒരു മുറിവായിട്ട് ഇങ്ങനെ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതെന്താ ഇങ്ങനെ? എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ നിരാശപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഒന്നും ശരിയാവാത്ത? എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഒരു ഉത്തരം കിട്ടാത്ത? ഈ മുറിവുകൾ ഇങ്ങനെ കൂടി ആ മുറിവിലേക്ക് നോക്കി അതൊരു വ്രണമായി മാറി നമ്മൾ ഇങ്ങനെ പഴുത്ത് ചീഞ്ഞിരിക്കും. പകരം പറയുന്നത്, വിശുദ്ധർ പറയുന്നതൊക്കെ കേൾക്കുക. ആരുടെ മുറിവിലേക്ക് നോക്കണം? ഈശോയുടെ മുറിവിലേക്ക്. എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, പക്ഷെ ക്ഷമിച്ച ഈശോയുണ്ട്. എനിക്ക് പൊറുക്കാൻ പറ്റണില്ല, പക്ഷെ ഇതെല്ലാം മറന്നു കളഞ്ഞൊരു ഈശോയുണ്ട്. വേദനിച്ച് സ്വയം കീറി മുറിക്കുന്ന ഞാനുണ്ട്, പക്ഷേ ക്ഷമിച്ച, സ്നേഹിച്ച, മുറിവുകളിലൂടെ എന്നെ സൗഖ്യപ്പെടുത്ത ഈശോ ഉണ്ട്. നമ്മുടെ മുറിവുകളിലേക്ക് നോക്കുക, നമ്മൾ സൗഖ്യം പ്രാപിക്കും. ആരുടെ മുറിവിലേക്ക്? ഈശോയുടെ മുറിവിലേക്ക്. നമ്മുടെ മുറിവിലേക്ക് നോക്കിയാലോ നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ തുരുമുറിവുകളെയൊക്കെ ഒത്തിരി ധ്യാനിക്കുന്ന നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ നോമ്പ് കാലത്തൊക്കെ ഇത് ഒത്തിരി അധികം ധ്യാനിച്ച ഒരു വിഷയമാണ്. കരുണയുമായി ബന്ധപ്പെട്ട് ഈശോയുടെ കരുണ ഒഴുകുന്ന വാതിലുകളാണെന്നാണ് പറയുക ഈശോയുടെ തിരുമുറിവുകൾ. ഏറ്റവും വലിയ വാതിൽ ഈശോയുടെ തിരുവിലാവിലെ മുറിവ്. നിങ്ങളുടെ വീട്ടിലൊരു ക്രൂശിത രൂപമൊക്കെ ഉണ്ടോ? നമ്മുടെ ഇവിടുത്തെ ധ്യാനേന്ദ്രത്തിലെ താഴത്തെ കുരിശുരൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇടയ്ക്ക് ഞാൻ അവിടെ പോയി തൊട്ടൊക്കെ നോക്കാറുണ്ട്. തൊട്ട് നോക്കുന്ന അന്നെല്ലാം ഈശോ എന്നെയും തൊട്ട് നോക്കാറുണ്ട്. ചില സമയത്തൊക്കെ വേദന വരുമ്പോൾ പോയി തൊട്ട് നോക്കുക, അത്രേ ഉള്ളൂ. നമുക്ക് വേറെ ആരും സൗഖ്യപ്പെടുത്താനില്ല, ഈശോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈശോയെ പോയി തൊട്ട് നോക്കുക. മുറിവുകളിലൂടെ നമ്മൾ സൗഖ്യം പ്രാപിക്കും. വിശുദ്ധരൊക്കെ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, ആദ്യം ഈശോയുടെ കാൽപാദത്തിലെ മുറിവുകളിലേക്ക് നോക്കുക. എങ്ങോട്ട് നോക്കുക? കാൽപാദത്തിലെ. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് വളരെ സിമ്പിളായിട്ട് ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടി പോവാണ്, ശ്രദ്ധിച്ചിരുന്നാൽ മതി. നമ്മളിതെല്ലാം ധ്യാനിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. ആദ്യം എങ്ങോട്ട് നോക്കുക? ഈശോയുടെ കാൽപാദത്തിലെ മുറിവിലേക്ക് നോക്കുക. എന്തിനാണെന്നറിയോ? നമുക്ക് ആ സീൻ അറിയാം. ഈശോയുടെ കാല് രണ്ടും പിടച്ച് ചേർത്ത് വെച്ച് ആണികൾ അടിച്ചത്. ആ മുറിവിലേക്ക് നോക്കുമ്പോൾ സൗഖ്യപ്പെടുന്ന ചില മുറിവുകളുണ്ടെന്നാണ് വിശുദ്ധർ പറയുക. എന്താണെന്നറിയോ? ഈ കാലുകളാണ് നമ്മളെ നേരെ നിർത്തുന്നത്. ആണോ? നമുക്കൊന്ന് സ്റ്റഡിയായിട്ട് നിൽക്കാൻ പറ്റുന്ന ഈ കാലുകളാണ്. ഈ കാലുകൾ വെച്ചാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. ഒത്തിരി എയറിൽ നിന്ന് ചിന്തിക്കല്, നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുക. ഈ കാലുകളിലാണ് നമ്മൾ നേരെ നിൽക്കുന്നത്. ആണോ? ആണ്. ഈ കാലുകൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നത്. ഇങ്ങനെ ചിന്തിക്കുക. എവിടെയെങ്കിലും വെച്ചൊക്കെ ഇങ്ങനത്തെ മുറിവുകൾ ഏറ്റിട്ടുണ്ടോ? അതായത് ഞാനൊന്ന് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചപ്പോൾ, ജോലിയിലായിരിക്കാം, പഠനത്തിലായിരിക്കാം, ശുശ്രൂഷ ചെയ്യുന്ന ഇടങ്ങളിലായിരിക്കാം, ഒന്ന് നേരെ നിൽക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ആരൊക്കെയോ നമ്മളെ പിടിച്ചുന്തി വീഴ്ത്തിയ അനുഭവങ്ങളുണ്ടാകും. ജോലി കിട്ടിയ ആ സ്ഥലത്ത് നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന ആളുകളുണ്ടാകും. നിങ്ങൾ പഠിക്കുന്ന ഹോസ്റ്റലുകളിൽ നിങ്ങൾക്ക് ഉറക്കം തരാത്ത ചില സൗഹൃദം എന്ന പേരിൽ വന്ന ചില ബന്ധങ്ങളുണ്ടാകും. നിങ്ങൾ മിനിസ്റ്റർ ചെയ്യുന്ന ഇടങ്ങളിൽ, നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന കമ്മ്യൂണിറ്റികളിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ നിങ്ങളെ അനുവദിക്കാത്ത സഹശുശ്രൂഷകരുണ്ടായിരിക്കും, സമൂഹത്തിലുണ്ടായിരിക്കും. നിങ്ങൾക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങളെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ടാകാം. നിങ്ങൾ നന്നായിട്ട് ജോലി ചെയ്യുന്നു, പഠിക്കുന്നു, ശുശ്രൂഷ ചെയ്യുന്നു, പക്ഷെ നിങ്ങളുടെ മുമ്പിൽ ഈ കാലെടുത്ത് മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന ആളുകളുണ്ടാകും. ശരിയാണോ? അത് നമ്മളെ വേദനിപ്പിക്കുമോ? പറ.
ഒരു ഒരു ഹോസ്റ്റലിലൊക്കെ താമസിച്ചിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. ബാക്കി രണ്ടുപേരും നിങ്ങളോട് മിണ്ടുന്നില്ല, നിങ്ങൾ ആ മുറിയിലാണ്. എന്നാ അവസ്ഥയായിരിക്കും? നല്ല സുഖമാണ്. വീട്ടിൽ 4 പേരും മിണ്ടുന്നു, നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു. ഓഫീസിൽ 10-12 പേര് ഒരു ഗ്യാങ് ആയിട്ട് നിൽക്കുന്നു, നിങ്ങൾ ഒറ്റയ്ക്കായി പോകുന്നു. നിങ്ങൾക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ല. ഇനി നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര അവർ തടസ്സപ്പെടുത്തുകയും ചെയ്യാണ്. നിങ്ങളുടെ ജോലി, പ്രൊമോഷൻ തടയുന്നു, നിങ്ങൾക്കെതിരെ കുറ്റാരോപണങ്ങൾ നടത്തുന്നു. എളുപ്പമല്ല. നേരെ നിൽക്കാനും പറ്റുന്നില്ല, മുന്നോട്ട് നീങ്ങാനും പറ്റുന്നില്ല, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനും പറ്റുന്നില്ല. അത് നമ്മളെ മുറിപ്പെടുത്തും. ഇങ്ങനെ ചിന്തിക്കണം, എൻ്റെ കാലുകളിലേറ്റ മുറിവുകൾ, എൻ്റെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തിയപ്പോൾ എൻ്റെ നെഞ്ചിലേറ്റ മുറിവുകൾ, ആ മുറിവുകൾ സൗഖ്യപ്പെടണമെങ്കിൽ ആ ചവിട്ടിയവരെയോ എന്നെ നിലത്ത് നിർത്താത്തവരെയോ എൻ്റെ മുന്നോട്ടുള്ള യാത്ര തടസ്സപ്പെടുത്തിയവരെയോ അവർ തന്ന മുറിവുകളെയോ അല്ല നോക്കേണ്ടത്. ഈശോയുടെ കാൽപാദത്തിലെ, ഈശോയ്ക്ക് ഒരു പടി പോലും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ അവൻ്റെ കാലുകൾ കൂച്ചപ്പെട്ട് അവൻ്റെ കാലുകളിൽ ആണി അടച്ച് അവനെ സ്റ്റക്കാക്കി നിർത്തിയ ആ മുറിവിലേക്ക് നോക്കുക. സൗഖ്യം ആ മുറിവിലൂടെ ഒരു വെളിച്ചമായി നമ്മിലേക്ക് ഇറങ്ങും. ഈശോയോട് പ്രാർത്ഥിക്കണം, ഈശോയെ നിൻ്റെ കാലിലേറ്റ ആ മുറിവുകൾ, കാൽപാദത്തിലേറ്റ മുറിവുകളാൽ എൻ്റെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തിയ മനുഷ്യർ തന്ന എല്ലാ മുറിവുകളെയും സൗഖ്യപ്പെടുത്തണേ. പ്രിയപ്പെട്ട മക്കളെ, സങ്കടപ്പെടുത്തുന്ന കാര്യം അത് ഒരുപക്ഷെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കാം. നിങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുത്ത നിങ്ങളുടെ സഹോദരനായിരിക്കും, നിങ്ങളുടെ സഹോദരിയായിരിക്കും. നിങ്ങളുടെ നന്മയ്ക്ക് ഒരു വിഘാതം സൃഷ്ടിച്ച നിങ്ങളുടെ സ്വന്തം ചോരയിൽ പിറന്ന സഹോദരങ്ങളായിരിക്കും. ഒരുപക്ഷെ നിങ്ങളെ നല്ല വഴി കാണിച്ചു തരാതിരുന്ന നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കും. നിങ്ങളെ പറ്റിച്ച നിങ്ങളുടെ ജീവിത പങ്കാളിയായിരിക്കും. ഏറ്റവും മുറിവ് വലുതാണ് അനുഭവിച്ച ഓരോരുത്തർക്കും. ആ മുറിവിൽ നിങ്ങൾ അവരെ നോക്കിയിരിക്കരുത്. ഈശോയോട് പ്രാർത്ഥിക്കണം, എൻ്റെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തിയ എല്ലാ മുറിവുകളും നിൻ്റെ കാൽപാദത്തിലേറ്റ മുറിവിലേക്ക് ഞാൻ വെച്ച് തരുന്നു. ആ മുറിവിൽ നിന്ന് ഒഴുകുന്ന വെളിച്ചത്താൽ എനിക്ക് മുന്നോട്ട് നീങ്ങാൻ കൃപ നൽകണേ എന്ന് പ്രാർത്ഥിക്കും. വിശുദ്ധരൊക്കെ പിന്നീട് പറയുന്നൊരു കാര്യമാണ്, ഈശോയുടെ മുട്ടിലെ മുറിവിലേക്ക് നോക്ക്. ഓൺ ദ നീസ്, മുട്ടിലെ മുറിവിലേക്ക് നോക്കുമ്പോൾ എങ്ങനെ പറയാം, നമുക്കൊരു വലിയ ക്രൂശിത രൂപം ഉണ്ടെങ്കിൽ ഈശോയുടെ മുട്ടെ കെട്ടിപ്പിടിക്കാൻ ഏറ്റവും നല്ല പൊസിഷൻ ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുക എന്നുള്ളതാണ്. കുറേ ഇട്ടാൽ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു, കൺഫ്യൂഷൻ ആവണ്ട. ഈശോയുടെ മുട്ടയിലൊന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് മുട്ടുകുത്തണം. ഇങ്ങനെ ചിന്തിച്ചേക്കുക, ഈശോയെ നിനക്കിഷ്ടമില്ലാത്ത ഒന്നിൻ്റെ മുമ്പിലും മുട്ടുകുത്താൻ എന്നെ അനുവദിക്കരുതേ. പാപങ്ങളായിരിക്കാം, ചീത്ത ബന്ധങ്ങളായിരിക്കാം, ലഹരി വസ്തുക്കളായിരിക്കാം, ചില പാപ പ്രലോഭനങ്ങളായിരിക്കാം, തിന്മയ്ക്ക് കൈ കൊടുക്കുന്ന അവസ്ഥകളായിരിക്കാം. നിനക്കിഷ്ടമില്ലാത്ത ഒന്നിൻ്റെ മുമ്പിലും മുട്ടുകുത്താൻ എന്നെ അനുവദിക്കരുതേ. മുട്ടുകുത്തുന്നുണ്ടെങ്കിൽ ഞാൻ ആരുടെ മുമ്പിൽ മാത്രം? ഈശോയുടെ മുമ്പിൽ. ഒരുറപ്പിതാണ്, ഈശോയുടെ മുമ്പിൽ മാത്രമേ നീ മുട്ടുകുത്തുന്നെങ്കിൽ ആ മുറിവിൽ നിന്ന് ഒഴുകുന്ന വെളിച്ചത്താൽ ഇനി ഒരെണ്ണത്തിൻ്റെ മുമ്പിലും ഒന്നിൻ്റെ മുമ്പിലും മുട്ടുകുത്താതെ നേരെ നിൽക്കാൻ കർത്താവ് അനുഗ്രഹം തരും, വെളിച്ചം തരും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ ലിറ്റർജിയിലൊക്കെ ഈ മുട്ടുകുത്തി പ്രാർത്ഥിക്കാനൊക്കെ ആവശ്യപ്പെടുക. പ്രധാനപ്പെട്ട പ്രാർത്ഥനകളൊക്കെ നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കാറില്ലേ? ജപമാലയുടെ രഹസ്യങ്ങളിലൊക്കെ നമ്മൾ മുട്ടുകുത്തിയെന്ന് പ്രാർത്ഥിക്കാറില്ലേ? വലിയ സഹനങ്ങളുടെ സമയത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കാറില്ലേ? ഉണ്ടോ? നമ്മുടെ ഇവിടുത്തെ ഗ്രോട്ടോ ചാപ്പലിൽ അവിടെ ഒരു ചെറിയ കുഴിയൊക്കെ ആക്കിയിട്ട് അവിടെ മിറ്റിൽ നിറച്ചു വെച്ചിട്ടുണ്ട്. മുട്ടുകുത്തി ഇച്ചിരി സഹനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ മുട്ടുകുത്തുന്നവരെ പിന്നെ മുട്ടുകുത്തിക്കാൻ വേറെ ആരും ഇവിടെയില്ല. എവിടെയെങ്കിലുമൊക്കെ വെച്ച് ചില പരാജയങ്ങൾ ഏൽക്കേണ്ടി വന്നു. നമ്മൾ നോർമൽ ലാംഗ്വേജിൽ പറയുന്നൊരു കാര്യമില്ലേ, തോറ്റു മുട്ടുമടക്കി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ചിലപ്പോൾ ഉണ്ടായ പരാജയങ്ങൾ തന്നൊരു മുറിവുണ്ടായിരിക്കും. നിങ്ങൾ ഒത്തിരി അധ്വാനിച്ച നിങ്ങളുടെ ബിസിനസ് മേഖല, നിങ്ങളുടെ കൃഷിയിടം, നിങ്ങൾ മുട്ടുകുത്തി തോറ്റു. നിങ്ങൾ ഒത്തിരി പ്രതീക്ഷിച്ച് വളർത്തിയെടുത്ത ചില വ്യക്തികൾ, അവർ നിങ്ങളെ പരാജയപ്പെടുത്തി, മുട്ടുകുത്തിച്ചു. അങ്ങനെ ഉണ്ടായ എല്ലാ മുറിവുകളിൽ നിന്നും ഈശോയെ എന്നെ സൗഖ്യപ്പെടുത്തണം. എങ്ങനെ? അങ്ങയുടെ മുട്ടിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ആ രക്തവും അവിടെയുണ്ടായ മുറിവും ആ മുറിവിൽ നിന്നുണ്ടായ വെളിച്ചവും കൊണ്ട് എന്നെ മുന്നോട്ട് നയിക്കണമേ. ഇനി മൂന്നാമത് നോക്കേണ്ട മുറിവ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുറിവാണ്. അത് ഈശോയുടെ തിരുഹൃദയത്തിലെ മുറിവാണ്. ബാക്കിയെല്ലാം ഇഷ്ടമാണ്, എന്നാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. മുറിവുകളോട് ഇഷ്ടം തോന്നാമോ എന്ന് അറിയത്തില്ല, പക്ഷേ ഈശോയുടെ തിരുമുറിവുകളിൽ എനിക്ക് ഏറ്റവും പേഴ്സണലി ഭയങ്കര ആനന്ദവും സൗഖ്യം തരുന്ന മുറിവാണ് ഈശോയുടെ തിരുവിലാവിലെ മുറിവ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതിനെന്തറിയോ, എനിക്ക് യോഹന്നാൻ സ്ലീഹായെയും ഭയങ്കര ഇഷ്ടമാണ്, പൗലോസ് സ്ലീഹ ഇഷ്ടമായതുപോലെ യോഹന്നാൻ സ്ലീഹയല്ലേ ഈശോയുടെ ഈ തിരുനെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു. ഒപ്പം തന്നെ ഈശോയുടെ ആ തിരുവിലാവ് കുത്തി തുറക്കുന്നത് കണ്ട് സാക്ഷ്യപ്പെടുത്തിയതും, അവിടെ നിന്ന് ഈ വെട്ടം, അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകുന്നതും സാക്ഷ്യപ്പെടുത്തിയതും യോഹന്നാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്, ഈ നെഞ്ച് എപ്പോഴും ഒരു ആശ്വാസത്തിൻ്റെ ഇടമാണ്. ആണോ? കുഞ്ഞുങ്ങളൊക്കെ അപ്പൻ്റെ അമ്മയുടെ നെഞ്ചിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നേ ഓർക്കുന്നില്ല? ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ നെഞ്ചിൽ കിടന്നുറങ്ങുണ്ടാവും. അതൊരു ആശ്വാസമാണ്, വലിയ സങ്കടം വരുമ്പോഴത്തേന് ആൾക്കാർ എനിക്ക് തോന്നുന്നു 2-3 വർഷം മുമ്പ് എന്നെ കരയിപ്പിച്ചൊരു കുഞ്ഞെ, എനിക്ക് തോന്നുന്നു ഒരു 15-16 വയസ്സൊക്കെ ഉള്ളെന്ന് തോന്നുന്നത്.
ഒരു 10 മിനിറ്റൊക്കെ എന്നോട്, കൊറോണയ്ക്കൊക്കെ മുമ്പാണ്, നമ്മുടെ പഴയ ധ്യാനേന്ദ്രത്തിൽ ശുശ്രൂഷ നടക്കുന്ന സമയത്താണ്. ഇപ്പോൾ കൊച്ചൊരു 10-15 മിനിറ്റോളം കുറേ നേരം എന്നോട് വർത്താനമൊക്കെ പറഞ്ഞു, കുറേ സങ്കടങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു, തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു, കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു, ഒരു വചനമൊക്കെ പറഞ്ഞു കൊടുത്തു. കൊച്ചെന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. അടുത്ത ആൾ വരാൻ വേണ്ടി അടുത്ത ആൾ ക്യൂവിൽ നിൽക്കുകയാണ്. കുഞ്ഞ് തിരിച്ചു വന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛൻ ഒന്ന് എഴുന്നേക്കാമെന്ന് ചോദിച്ചു. അച്ഛൻ ഒന്ന് എഴുന്നേക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നാ മോനെ? ഓ, ഒന്ന് എഴുന്നേക്കുന്നു. എഴുന്നേറ്റു. അച്ഛൻ ഇങ്ങോട്ടൊന്ന് വരാമോന്ന് ചോദിച്ചു. ടേബിളിൻ്റെ അപ്പുറം ഇപ്പുറയാണല്ലോ ഇരിക്കണം. ഇങ്ങോട്ടൊന്ന് വരാമോന്ന് ചോദിച്ചു. ഞാൻ ഇറങ്ങി അങ്ങ് ചെന്നു. എന്നോട് ചോദിച്ചു, എന്നോട് വഴക്ക് പറയല്ലേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, നീ ചോദിക്കും. ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വാ. യൂഷ്വലി നമ്മൾ ഹഗ് ചെയ്യണം ഇങ്ങനെയാണല്ലോ. പക്ഷേ ഈ പയ്യൻ വന്നിട്ട് ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിന്ന്, എനിക്ക് ഡെമോ കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട് നിങ്ങളെ ആരെങ്കിലും. അവനിങ്ങനെ ഈ ചെവി ഇവിടെ വെച്ചിട്ടുണ്ട്, അങ്ങനെ നിന്നു. ആദ്യം കരഞ്ഞത് ആരാണ് എന്നുള്ളൊരു കോമ്പറ്റീഷൻ മാത്രമേ നടന്നുള്ളൂ. ഞാൻ കരഞ്ഞു. ഈ ചെറുക്കൻ കൊച്ച് ഇങ്ങനെ ഒരു പൈപ്പ് തുറന്നു വിട്ട പോലെ കരയാണ്, ഇങ്ങനെ ചെവി ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട്. എനിക്കറിയില്ല അവൻ എന്തെങ്കിലുമൊക്കെ സൗഖ്യം കിട്ടിയതാണോ, അല്ലെങ്കിൽ അവൻ എന്തിനാ അങ്ങനെ ചോദിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് കെട്ടിപ്പിടിക്കണം എന്ന് പറഞ്ഞു, പക്ഷെ ചുമ്മാ ഒരു ഹഗ് ആയിരുന്നില്ല, നെഞ്ചിലിങ്ങനെ കടന്നു. എനിക്ക് തോന്നുന്നു അതെപ്പോഴും മനുഷ്യരെ ആശ്വസിപ്പിക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നല്ലേ. ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടോ. അതിനൊരു പട്ടിണി അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. ലിറ്ററലി അങ്ങനെ ഒന്ന് പോയി ആശ്വാസത്തിന് വേണ്ടി ചേർന്ന് നിൽക്കാൻ ഒരാൾ പോലും ഇല്ലാത്ത മനുഷ്യരുണ്ട്. ചിലപ്പം ദൈവം നിങ്ങൾക്ക് അവകാശമായി തന്ന മനുഷ്യർ പോലും നിങ്ങളൊന്ന് അടുത്ത് ചെല്ലാൻ നിങ്ങളെ സമ്മതിക്കാത്ത ആളുകളുണ്ടാവും. കുഞ്ഞു മക്കളെ ഞാൻ കേട്ടിട്ടുള്ളതുകൊണ്ട് പറയാണ്, അപ്പനൊന്ന് കെട്ടിപ്പിടിച്ചായിരുന്നെങ്കിൽ ഞാൻ കുറേ കൂടെ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള മക്കൾ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. മാരീഡായവരെ കണ്ടിട്ടുണ്ട്. എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒത്തിരി നാളായി, അതുകൊണ്ടാണ് ഞാൻ ഈ വഴക്കുണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് നെഞ്ചു തല്ലി കരയുന്ന മനുഷ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. വണ്ട് ആസ്ക് യു, ധ്യാനം കൂടെ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ അവസാനം പോയി കെട്ടിപ്പിടിച്ച് എന്നാന്നും, ഈ ഭാര്യനെ ഭർത്താവ് ഒക്കെ അവസാനം ഒന്ന് നെഞ്ചോട് ചേർന്നിരുന്നൊക്കെ എന്നാണെന്നും അറിയില്ലല്ലോ. ആ കൊച്ചു പയ്യൻ ചിലപ്പോൾ ആഗ്രഹിച്ചത് അവൻ്റെ അപ്പൻ്റെ നെഞ്ചോട് അങ്ങനെ ഒന്ന് ചേർന്നിരിക്കുന്നതായിരിക്കും. അതുകൊണ്ടായിരിക്കും കൊതിയോടുകൂടി അവൻ്റെ അപ്പൻ്റെ പ്രായം ഇല്ലേലും എന്നോടത് ചോദിച്ചത്. പല മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒന്ന് ആശ്വാസം, ഒന്ന് നെഞ്ചത്തൊന്ന് ചേർന്ന് കിടക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിട്ടിയിട്ടില്ല, അതിൻ്റെ ഒരു പട്ടിണി അനുഭവിച്ചവരോടായി പറയണേ. അങ്ങനെ യോഹന്നാൻ ചേർന്നിരുന്നു. ബാക്കി എല്ലാവരും പല കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ, ആരൊറ്റ കൊടുക്കും, ആരിത് ചെയ്യും, അടുത്ത പെസക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഒരാൾ ശാന്തമായിട്ട് ആ നെഞ്ചോട് ചേർന്നിരിക്കുന്നുണ്ട്. എവിടെയെങ്കിലുമൊക്കെ വെച്ച് അങ്ങനെ ഒരു മുറിവേറ്റ നിങ്ങൾ, ഈശോയെ എനിക്ക് ചേർന്നിരിക്കാൻ ഒരു നെഞ്ചില്ല, എന്നെ ചേർത്ത് പിടിക്കാൻ ഒരാളില്ല, എന്നെ കെട്ടിപ്പിടിക്കാൻ, എന്നെ ആശ്വസിപ്പിക്കാൻ ഒരാളില്ലെന്ന് പറഞ്ഞ് മുറിവേറ്റ ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ സൗഖ്യപ്പെടുത്താൻ പോകുന്നത് ഈശോയുടെ തിരുഹൃദയത്തിലെ തിരുമുറിവാണ്. അങ്ങോട്ട് നോക്കിക്കൊള്ളുക. അവിടെ നിന്നൊഴുകുന്നത്, ആ മുറിവിൽ നിന്നൊഴുകുന്നത് രക്തമല്ല, പ്രകാശമാണ്. ഒറ്റപ്പെട്ടു പോയാൽ, കൂടെ ആരുമില്ലെന്ന് ചിന്തിച്ചാൽ നിന്നെ സൗഖ്യപ്പെടുത്താൻ പറ്റുന്ന ഈശോയുടെ നെഞ്ച്. അങ്ങോട്ട് ചേർന്നിരിക്കുക. ബാക്കിയുള്ളവരൊക്കെ തള്ളിപ്പറയട്ടെ, തള്ളി മാറ്റട്ടെ, ചേർത്ത് പിടിക്കാൻ ഈശോയുടെ നെഞ്ചുണ്ട്. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. മടുത്ത് പോകും ചില സമയങ്ങളിൽ. സമാധാനം കിട്ടാത്ത രാത്രികളും പകലുകളൊക്കെ നിങ്ങൾക്ക് വരും. ആശ്വാസം തേടി നിങ്ങൾ ചെല്ലുമ്പോൾ അവർ നിങ്ങളെ തട്ടി മാറ്റട്ടെ. ഒറ്റയ്ക്ക് നിൽക്കുന്ന സിംഗിളായ അച്ഛൻ എന്നൊക്കെ പറയാൻ എളുപ്പമാണോ? എനിക്ക് എളുപ്പമാണോ? എനിക്ക് കുറേ എളുപ്പമാണ്. പക്ഷേ ഇത് എളുപ്പമല്ല. നിങ്ങൾക്കെന്ന് എനിക്കറിയാം, എളുപ്പമല്ലെന്നറിയാം. എനിക്ക് കുറേയും കൂടെ എളുപ്പമാണ്. ഞാൻ ഒരു വൈദികനല്ലേ, എനിക്ക് കുറേയും കൂടെ എളുപ്പമാണ് ഈശോയുടെ നെഞ്ചോട് ചേർന്നിരിക്കാൻ. നിങ്ങൾക്ക് ചിലപ്പോൾ എളുപ്പമായിരിക്കില്ല. കാരണം പെട്ടെന്ന് നിങ്ങൾ ഓടി നോക്കുന്നത് അപ്പൻ്റെയോ അമ്മയുടെയോ ജീവിത പങ്കാളിയുടെയോ മക്കളുടെയൊക്കെ ഒരു സാമീപ്യമായിരിക്കും. നിങ്ങൾ ഈശോയിലേക്ക് തന്നെ നോക്കണം. മുറിവുകൾ സൗഖ്യപ്പെടും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധരൊക്കെ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യമാണ്, ഇനി എങ്ങോട്ട് നോക്കണം? ഈശോയുടെ കയ്യേലെ മുറിവിലേക്ക് നോക്കണം. 2 കൈയിലും ഈശോയുടെ മുറിവ് ഇങ്ങനെയോ ഒന്നുമല്ല. ഈശോയുടെ കയ്യിലെ മുറിവ് ഇങ്ങനെയാണ്. ആ മുറിവിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധരൊക്കെ ആവശ്യപ്പെടുന്നത് എന്തെന്നറിയോ? ഈ കൈ എപ്പോഴും അധികാരത്തിൻ്റെ അടയാളമാണ്. ഇങ്ങനെ നമ്മൾ വായിക്കില്ലേ, ബൈബിളിലൊക്കെ ഉടനീളം കാണെങ്കിലേ കർത്താവിൻ്റെ കരം അവരുടെ മേൽ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അധികാരം, കർത്താവിൻ്റെ ഒരു സംരക്ഷണം, ഒരു പ്രൊട്ടക്ഷൻ അവരുടെ മേൽ ഉണ്ടായിരുന്നു. വിശുദ്ധരൊക്കെ പറയുന്നതാണ്, അവൻ്റെ മുറിവിലേക്ക് നോക്കുമ്പോൾ ആ മുറിവിൽ നിന്ന്, കയ്യിലെ മുറിവിൽ നിന്ന് ഒരു പ്രകാശം വരും. ആ പ്രകാശം എന്തിനാണെന്നറിയോ? നിന്നെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കാൻ ഒരാളുണ്ടെന്ന്. അധികാരത്തോടെ, സ്നേഹത്തോടെ നിന്നെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കാൻ ഒരാളുണ്ട്.
നോക്ക്, നമ്മളൊരു ആശ്വാസത്തിന് വേണ്ടി എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞ് കൈ നീട്ടുമ്പോൾ കൈ നീട്ടി എടുക്കാൻ നിങ്ങളൊക്കെ ആരുമില്ലെങ്കിൽ ഇതേ കുരിശിൽ ഒരു മുറിവിൽ നിന്ന് പ്രകാശം വരികയാണ്. ഇങ്ങോട്ട് വാ, ഇത്രയും കെട്ടിപ്പിടിക്കാൻ ഞാനിവിടെ ഉണ്ടെന്ന് ഈശോ ഇവിടെ പറയാണ്. സങ്കടപ്പെട്ടിട്ടുണ്ടാകും നിങ്ങൾ, ചിലപ്പോൾ ചാപ്പലിലിരുന്ന് കരഞ്ഞിട്ടുണ്ടാവും, ഈശോ എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മുറി അടച്ചിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാവും. നിങ്ങളുടെ ഹോസ്റ്റൽ മുറികളിൽ ഒരു കോർണറിൽ പോയിരുന്ന് തലയണ പൊതിഞ്ഞു പിടിച്ച് നിങ്ങൾ കരഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾ ചിലപ്പോൾ കുളിമുറിയിൽ ഷവർ തുറന്നിട്ടിട്ട് നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ടാകും, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരാളില്ലെന്നും പറഞ്ഞ്. കുരിശിലോട്ട് നോക്കിക്കോണം, ഈശോയുടെ കയ്യിലെ മുറിവിലേക്ക് നോക്കിക്കോണം. അധികാരത്തോടെ സ്നേഹത്തോടെ ഇങ്ങോട്ട് പോരെ എന്നും പറഞ്ഞ് കൈവിരിച്ച് പിടിക്കുന്ന ഈശോ നിങ്ങളെ സൗഖ്യപ്പെടുത്തും. അവൻ്റെ മുറിവിനാൽ സൗഖ്യപ്പെടും. അവൻ്റെ കരങ്ങളിൽ നിന്നൊഴുകുന്ന മുറിവിനാലല്ല, അവിടുന്ന് ഒഴുകുന്ന രക്തത്താലല്ല, ആ രക്തത്തിലൂടെ, ആ മുറിവിലൂടെ വരുന്ന പ്രകാശത്തിലൂടെ നിങ്ങൾ സൗഖ്യപ്പെടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. കൈ പിടിക്കാൻ ഒരാളുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത് ഉണ്ടോ? എൻ്റെ വിശ്വസിക്കുന്നുണ്ടോ? കൈ പിടിക്കാൻ ഒരാളുണ്ട്. ആര്? ഈശോ. ആ കയ്യിൽ ഇച്ചിരി മുറിവുണ്ടെന്നേ ഉള്ളൂ, ആ മുറിവിലൂടെയാണ് ആ പ്രകാശം നിന്നിലേക്ക് ഒഴുകുന്നത്. അവർക്ക് പറയാം ഹല്ലേലൂയാ. ഈശോയുടെ തിരുമുറിവുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈശോയുടെ ശിരസിലെ മുറിവ്. അതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ്. പല വ്യാഖ്യാനങ്ങൾ അതിന് ഉള്ളപ്പോഴും ഒരു കാര്യം നമ്മളിങ്ങനെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈശോയുടെ തോളിലെ മുറിവ്, അല്ലേ? ഈശോയുടെ തോളിലെ മുറിവ് വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഈശോയുടെ തോളിലെ മുറിവ് അതെങ്ങനെയാണ് വന്നേ? കുരിശ് ചുമന്ന ആ ഒരു വേദനയിൽ അതിലുണ്ടായ മുറിവുകളാണ്. നമ്മളതിനെ ഇങ്ങനെ മനസ്സിലാക്കുന്ന നല്ലതെന്ന് തോന്നുന്നു. ഒരു വചനം എടുത്തേ, നിയമാവർത്തന പുസ്തകം 33 എടുക്കാം. എൻ്റെ ചാച്ചൻ്റെ കല്ലറയിൽ ഞാൻ ഈ വചനമാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഭയങ്കര ഇഷ്ടമുള്ളൊരു വചനമാണ്. നിയമാവർത്തനം 33 അതിൻ്റെ 12 വാക്യം. എല്ലാവരും ചേർന്ന് കിട്ടിയോ? നിയമാവർത്തനം 33:12 ഉറക്കെ വായിച്ചേ. ബെഞ്ചമിനെ കുറിച്ച് അവൻ പറഞ്ഞു, കർത്താവിന് പ്രിയപ്പെട്ടവൻ, അവിടുത്തെ സമീപത്ത് അവൻ സുരക്ഷിതനായി വസിക്കുന്നു. അവിടുന്ന് എല്ലായ്പ്പോഴും അവനെ വലയം ചെയ്യും. അവിടുത്തെ ചുമലുകളുടെ ഇടയിൽ അവൻ വാസമുറപ്പിക്കും. വചനം നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. കർത്താവിന് പ്രിയപ്പെട്ടവൻ, അവിടുത്തെ സമീപത്ത് അവൻ സുരക്ഷിതനായി വസിക്കുന്നു. എന്ന് വെച്ചാൽ ഈശോയുടെ മുറിവുകളിലോട്ട് നമ്മൾ ചേർന്നിരിക്കുമ്പോൾ നമുക്കൊരു സുരക്ഷിതത്വം കിട്ടുകയാണ്. ഈശോയോട് ചേർന്നിരിക്കുന്ന സമയത്താണ് ഏതൊരു പ്രതിസന്ധി അതിജീവിക്കാൻ നമുക്ക് പറ്റുക. നമുക്ക് ഉത്തരം കിട്ടാത്ത സമയങ്ങൾ, നമ്മൾ ഇരുട്ടിൽ തപ്പിത്തടയുന്ന സമയങ്ങൾ, നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് വചനം വായിക്കുക, ബലിയർപ്പിക്കുക, ആരാധനയ്ക്ക് പോയിരിക്കുക, ഈശോയുടെ അടുത്തോട്ട് ചേർന്നിരിക്കുക. സുരക്ഷിതത്വം കിട്ടും. തൊട്ടടുത്ത വചനം ഇങ്ങനെയാണ്, അവിടുന്ന് എല്ലായ്പ്പോഴും അവനെ വലയം ചെയ്യും. വലയം ചെയ്യുന്ന വെച്ചാൽ എന്താ? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ കരങ്ങൾ തുറന്നു പിടിച്ച് ഒരു തിന്മയും ഒരു സങ്കടവും നിന്നെ വേദനിപ്പിക്കാതെ ഈശോ ഇങ്ങനെ നിന്നെ വലയം ചെയ്യും. അവസാനത്തെ വാക്യാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവിടുത്തെ ചുമലുകൾക്കിടയിൽ അവൻ വാസമർപ്പിക്കും. ചുമലുകൾക്കിടയിൽ എന്ന് വെച്ചാൽ എന്താ? കുഞ്ഞിലെ നമ്മളെ ഉപ്പൻചാക്ക് എടുത്തില്ലേ? ഉപ്പൻചാക്കല്ല, കൊച്ചിനെ ഉപ്പൻചാക്കായിട്ട് എടുക്കുന്ന ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ തോളയിലോട്ട് ഇങ്ങനെ എടുത്ത് 2 കാലുമൊക്കെ ഇങ്ങനെ ഇട്ട്, അല്ലേ? കുഞ്ഞുങ്ങളെ നമ്മളങ്ങനെ എടുക്കാറില്ലേ? ഭയങ്കര ഒരു സുരക്ഷിതത്വമാണ്. ആ കുഞ്ഞിനെ ആ സമയത്ത് നിങ്ങൾ നോക്കണം, അതിൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കണം. ഇറ്റ് വിൽ ആക്ട് ലൈക്ക് എ കിങ് ഓർ ക്വീൻ. ഒരു രാജാവിനെ രാജ്ഞിയെ പോലെ ഇങ്ങനെ നിൽക്കുക കൊച്ച്. അതിൻ്റെ എന്നാ പരിപാടിയൊന്നും അറിയത്തൊന്നുമില്ല, പക്ഷേ അത്ര ഉയരത്തിലിരിക്കുമ്പോൾ അതിനൊരു ജൈജാൻറ്റിക് ഫീലിംഗ് ആണ്. കാരണം സുരക്ഷിതത്വത്തിൻ്റെ അടയാളമാണ് തോള്. താങ്ങി നടക്കാനുള്ള ഒരു ശക്തിയുടെ അടയാളമാണ് തോള്. അങ്ങനെ നമ്മളെ താങ്ങിയെടുക്കാനോ കൊണ്ട് നടക്കാനോ സംവഹിക്കാനോ ഒരാൾ പോലും ഇല്ല എന്നോർത്തുള്ള സങ്കടങ്ങളിൽ ആ സൗഖ്യം നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ഈശോയുടെ തോളിൽ നിന്ന് വരുന്ന മുറിവ്, ആ മുറിവിൽ നിന്ന് വരുന്ന വെളിച്ചത്താൽ അവൻ നിന്നെ താങ്ങി നടത്തിക്കൊള്ളും. ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല, ഒറ്റയ്ക്ക് മുന്നോട്ട് യുദ്ധം ചെയ്യാനുള്ള ത്രാണിയില്ല, അടുത്തൊരു തീരുമാനം എടുക്കാനുള്ള ശക്തിയില്ല, പിടിച്ചു നിൽക്കാൻ കഴിവില്ല, മുമ്പോട്ട് പോകാനുള്ള ഒരു പ്രതീക്ഷയില്ല, പ്രത്യാശ മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ നിന്നെ താങ്ങുന്ന ഉറപ്പുള്ള ഒരു ചുമലുകൾ, ഒരു തോള് ഉണ്ട്. ആരുടേത്? ഈശോടത്. ലോകത്തിൻ്റെ, നമ്മൾ ചിന്തിച്ചിട്ടില്ലേ, ലോകത്തിൻ്റെ പാപഭാരം മുഴുവൻ താങ്ങി നടന്നവന് എന്നെയും ആ തോളിൽ താങ്ങി നടക്കാൻ പറ്റും. എളുപ്പമാണ് ഈശോയ്ക്ക്, നമുക്ക് എളുപ്പമായിരിക്കില്ല. ഈശോയ്ക്ക് നമ്മളെ താങ്ങി നടക്കാം. അവസാനത്തെ ഒരു മുറിവ് ഈശോയുടെ ശിരസിലേറ്റ മുറിവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഇത്രയും ചിന്തിച്ചാൽ മതി. എവിടെയൊക്കെ നമ്മൾ ടെൻഷൻ അടിച്ചോ, ഈ തലയും കൊണ്ട് ഉണ്ടാക്കിയ എല്ലാ സങ്കടങ്ങളും, നമ്മുടെ നെർവസ് സിസ്റ്റത്തെ മുഴുവൻ തകർത്ത് കളഞ്ഞ ആ ചിന്തകൾ, നമ്മുടെ കഴിഞ്ഞ കാലത്തിൻ്റെ കെട്ട ഓർമ്മകൾ, എല്ലാ മുറിവുകളും, നമ്മുടെ ഭയങ്ങൾ, കോംപ്ലക്സുകൾ, ഇൻസെക്യൂരിറ്റി ഫീലിങ്സ്, എല്ലാത്തിനെയും സൗഖ്യപ്പെടുത്തേണ്ടത് ഈശോയുടെ ശിരസിലേറ്റ മുറിവിൽ നിന്ന് വരുന്ന വെളിച്ചത്താലാണ്. ഒത്തിരി ഭയങ്ങൾ നമുക്കുണ്ടോ? ഒത്തിരി പേടികളുണ്ട്. പ്രിയപ്പെട്ടവരെ ഓർത്ത്, നമ്മളെ ഓർത്ത്, എല്ലാ കാര്യങ്ങളെ ഓർത്ത് ചില ഭയങ്ങളുണ്ടാകാം, ടെൻഷൻസ് ഉണ്ടാകാം. ആവശ്യമില്ലാത്ത ചില ആളുകൾ കേട്ടാൽ തമാശയാണെന്ന് തോന്നിപ്പോകുന്ന ചില സങ്കടങ്ങളുണ്ടാകാം. എളുപ്പമല്ല ചില ഭയങ്ങളെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി. ഞാൻ
അറിയാവുന്നൊരു ഒരു ഒരു പെൺകുഞ്ഞാണ്. ആത്മഹത്യ ചെയ്തില്ല, അത്ഭുതം കൊണ്ട്. കൊച്ചൊരു 17-18 വയസ്സായപ്പോഴത്തേനും ഒരാളെ അങ്ങ് ഇഷ്ടപ്പെട്ടു. 18 വയസ്സ് പൂർത്തിയായി, 19-20 എത്തി. പ്രണയം നല്ല കലശലായിട്ട് മുമ്പോട്ട് പോകുന്നു. പയ്യനും ഭയങ്കര സ്നേഹമാണ്. ഇവൾക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കണം. പയ്യൻ വളരെ പക്വതയോടുകൂടി പറഞ്ഞു, വെയിറ്റ്, നിനക്ക് ഇത്രയും വയസ്സല്ലേ ആയുള്ളൂ, ഞാനിവിടെ ഉണ്ടല്ലോ, ഞാനിവിടെ ഉണ്ട്, ഞാൻ നിന്നെ ഇട്ടേച്ച് പോകത്തില്ല, പറ്റിക്കത്തില്ല. ഇവക്കും അതറിയാം, പോകത്തില്ലെന്നറിയാം. കാരണം ഭയങ്കര സ്നേഹമാണ്. ഇയാൾക്ക് നല്ലൊരു ജോലിയുണ്ട്, കൊച്ചു പഠിത്തമൊക്കെ മുമ്പോട്ട് പോകുന്നു. ഈ ഒരു പ്രായം കല്യാണം കഴിക്കേണ്ടതാണോ അറിയില്ല, പക്ഷെ ഇവൾക്ക് നിർബന്ധമാണ് പെട്ടെന്ന് കല്യാണം കഴിക്കണം. അയാൾ പറഞ്ഞു, വെയിറ്റ്, നമുക്ക് എല്ലാം റെഡിയാക്കാം. ഒരു ചെറിയൊരു ഏജ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ. ഇവനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവളുടെ ഉള്ളിലേക്ക് നിരാശ, പേടി, പോകുമോ, കയ്യിൽ നിന്ന് പോകുമോ. ആളവിടെ തന്നെ ഉണ്ട്, സ്നേഹിക്കുന്നുണ്ട്, സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോഴും എന്നെ ഉപേക്ഷിച്ച് കളയുമോ എന്നുള്ളൊരു പേടിയാണ്. ദ ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ്, എന്നെ ഇട്ടേച്ച് പോകുമോ എന്നുള്ള പേടിയാണ്. അത് ചിന്തിച്ച് ഈ കൊച്ചിന് ഒരു മൈൻഡ് ഡൗണായി, ഡിപ്രഷൻ്റെ ഒരു വക്കിലേക്കെത്തി. ഭയങ്കര അസ്വസ്ഥത, പഠിക്കുന്നില്ല, ക്ലാസ്സിൽ പോയിരുന്ന് ഉറങ്ങുന്നു, വീട്ടിൽ വന്നിരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ഫോൺ വിളി, ഒറ്റയ്ക്ക് വർത്താനം, ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ. മാതാപിതാക്കൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി, പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി, ഒപ്പം തന്നെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഒരു 3-4 മാസം ഈ കൊച്ചിനെ ഒരു സ്ഥലത്ത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നിർത്തി. ഈ കൊച്ചിനൊരു പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു, അവളുടെ പ്രിയപ്പെട്ട പെറ്റാണ്. ഇവിടെ ഈ 3-4 മാസം ആശുപത്രിയിലായിരുന്നുകൊണ്ട് ഈ പട്ടിക്കുഞ്ഞിനെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് പേരൻസ് ആ പട്ടിക്കുഞ്ഞിനെ ആർക്കോ വിറ്റു. അത് വലിയ സങ്കടമാണെന്ന് ചിന്തിക്കല്ല്, അതൊക്കെ ചിലർക്ക് ഭയങ്കര സങ്കടമാണ്. ഈ കൊച്ചു ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പട്ടിക്കുഞ്ഞില്ല. സങ്കടം കൂട്ടി എന്നാണെന്നറിയോ, ഇതാ പയ്യൻ ഗിഫ്റ്റ് കൊടുത്താണ്. അവളുടെ കൊച്ചായിരുന്നത്, അവളുടെ കുഞ്ഞായിരുന്നത്. അത്രയും സ്നേഹിച്ച പട്ടിക്കുഞ്ഞാണ്. ഒന്നും നോക്കിയില്ല, വീട്ടിലുള്ള സകല സാധനങ്ങളും, പൊട്ടാൻ സാധ്യതയുള്ള സകല സാധനങ്ങളും തല്ലിപ്പൊട്ടിച്ചു. മാതാപിതാക്കൾ എന്നാ ഈ പട്ടിയെ കൊടുത്തവൻ തിരിച്ചു തരാൻ പോകുന്നുണ്ടോ? ഭയങ്കര ബഹളം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിത് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും കുഞ്ഞാശുപത്രിയിലാണ്. കാരണം നേരത്തെ സിറ്റുവേഷൻ അല്ല, ഭയങ്കര വയലൻ്റായി, ദേഹം മുഴുവൻ കീറി മുറിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുപ്പിച്ചില്ലൊക്കെ എടുത്ത് പൊട്ടിക്കുന്നു, ആ ചില്ലെടുത്ത് ദേഹം മുഴുവൻ കീറി മുറിക്കുന്നു. ആകെ മൊത്തം അലമ്പ്. ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കേട്ടു, ആശുപത്രിയിൽ ഇങ്ങനെ എന്തോ അവൾക്ക് ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് മറ്റേ സാധനമൊക്കെ ഇടില്ലേ, ട്രിപ്പൊക്കെ ഇടില്ലേ, എല്ലാം വലിച്ച് പറിച്ച് ആകെ ഇതായി. ഇപ്പോൾ അവളെ സ്ട്രാങ്കിൾ ചെയ്തിട്ടേക്കാണ്, കട്ടിൽ കെട്ടിയിട്ടേക്കാണ്. അവസ്ഥ ഒരൊറ്റ പേടി കൊണ്ടാണ് ആ പയ്യൻ ഇട്ടേച്ച് പോകുമെന്ന്. ആൻഡ് ഹീ സ്റ്റിൽ ദെയർ. അവൻ ഇപ്പോഴും അവിടെയുണ്ട്. അവൻ വളരെ പക്വതയോടുകൂടിയാണ് പറയണത്, വെയിറ്റ്, 19-20 വയസ്സായാലേ ആയുള്ളൂ, കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇവളുടെ പേടിയാണ്. ആ പേടി കാരണം ആ കുഞ്ഞിൻ്റെ ജീവിതം മുഴുവൻ കുളവായി നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സ്വരങ്ങൾ, നമുക്ക് ഉണ്ടാവും ഇങ്ങനെ ഭയങ്ങൾ. കുറച്ച് ആളുകൾക്ക് മുമ്പ് ഇവിടെ ധ്യാനേന്ദ്രത്തിൽ വന്നൊരു കൊച്ച്, അവൻ്റെ ഒരു പേടി ഇങ്ങനെ പറഞ്ഞാണ്, അപ്പായും അമ്മയും മരിച്ചു പോകുമെന്നുള്ള പേടി. അവർ ജീവിച്ചിരിപ്പുണ്ട്, ആരോഗ്യത്തോടു കൂടി ഉണ്ട്, പക്ഷെ അവനിങ്ങനെ പേടിയാണ്, അപ്പനും അമ്മയും മരിച്ചു പോകുമോ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഭയങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അനാവശ്യമായ ഭയങ്ങളുണ്ടാകാം, ടെൻഷനുകളുണ്ടാകാം, കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ഒരു അബദ്ധത്തെക്കുറിച്ചുള്ള ഭയങ്ങളുണ്ടാകാം, ഇന്ന് ചില ടെൻഷൻ ഉണ്ടാകാം, നാളെ എന്താകുമെന്ന് ഓർത്തുള്ള ആവശ്യമില്ലാത്ത പേടികളുണ്ടാകാം. നിങ്ങളുടെ തലച്ചോറിനെ വീർപ്പ് മുട്ടിക്കുന്ന, ടെൻഷൻ അടിപ്പിക്കുന്ന, അതിനെ പ്രഷർ കൂട്ടുന്ന സകല വേദനകളും സകല മുറിവുകളും സൗഖ്യപ്പെടാൻ ഈശോയുടെ ശിരസിലേറ്റ മുറിവിൽ നിന്ന് ഒഴുകുന്ന രക്തം, അവിടെ നിന്ന് ഒഴുകുന്ന പ്രകാശം കൊണ്ട് മാത്രമേ സൗഖ്യം പ്രാപിക്കുകയുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ഈ മുറിവുകളെല്ലാം ധ്യാനിക്കുക, അതോർത്ത് വിഷമിക്കാനല്ല. ഈശോയെ, ആ മുറിവിൽ നിന്നെല്ലാം ഒഴുകുന്ന വെളിച്ചത്താൽ എന്നെ നീ സൗഖ്യപ്പെടുത്തണമേ. ഏറ്റവും പ്രധാനമാണ് മുമ്പേ പറഞ്ഞ പോലെ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ആ ഒരു വെളിച്ചം, ലോകത്ത് മുഴുവൻ പ്രകാശിപ്പിക്കാൻ പറ്റുന്ന ഈശോയുടെ കരുണയുടെ വെളിച്ചമാണ്. പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമ്മൾ കരുണയുടെ തിരുനാളൊക്കെ ആഘോഷിക്കും. ഇത് ഓർത്തേക്കണം, ഈശോയ്ക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു തെറ്റും ഞാനോ നിങ്ങളോ ചെയ്തിട്ടില്ല. ഉണ്ടോ? ഈശോയ്ക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു തെറ്റും ഞാനും നിങ്ങൾ ചെയ്തിട്ടില്ല. ഈശോയോട് പറഞ്ഞാൽ തീരാത്ത, ഈശോയോട് പറഞ്ഞാൽ സൗഖ്യപ്പെടാത്ത ഒരു മുറിവുകളും നമുക്കില്ല, ഒരു മുറിവില്ല. ഈശോയോട് പറയാൻ പറ്റുന്ന മുറിവുകളെ നമുക്കുള്ളൂ, ഈശോയോട് പറഞ്ഞാൽ തീരാവുന്ന വേദനകളെ നമുക്കുള്ളൂ. ഈശോയുടെ തിരുമുറിവുകളെക്കുറിച്ച് ധ്യാനിച്ചോ? ഈശോയുടെ മുറിവുകളെ, ഈശോയുടെ ക്രൂശിത രൂപത്തെയൊക്കെ നോക്കി ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, അവൻ സഹിച്ചതിനേക്കാൾ കൂടുതൽ സഹിക്കാൻ അവൻ നിങ്ങളെ അനുവദിക്കത്തില്ല. ടേക്ക് മൈ വേർഡ്.
ഓരോ മുറിവിലേക്ക് നോക്കിയിട്ട് ഇത് ഉറപ്പിച്ചോണം. ഈശോ സഹിച്ചതിലും കൂടുതൽ സഹിക്കാൻ ഈശോയുടെ പ്രിയപ്പെട്ട മകനെ മകളെ അനുവദിക്കത്തില്ല. നിങ്ങൾ ഓരോ തവണ ഈ മുറിവിലേക്ക് നോക്കുമ്പോഴത് ഉറപ്പിക്കണം. അത്രയൊന്നും നമ്മൾ നമ്മുടെ കാലും കൈയും മുട്ടും നെഞ്ചും തോളും തലയും ഒന്നും അത്രയൊന്നും മുറിപ്പെട്ടിട്ടില്ല. അവൻ സഹിച്ചതിൽ കൂടുതൽ സഹിക്കാൻ ഈശോയുടെ മക്കളെ ഈശോ അനുവദിക്കത്തില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരൊറ്റ ബോധ്യം മതി നമുക്ക് പ്രകാശം കിട്ടാൻ, നമുക്ക് ശക്തി കിട്ടാൻ, നമുക്ക് ഇനി മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്, ഈശോയുടെ കാരുണ്യം കിട്ടാൻ വേണ്ടിയിട്ട്. അത്ര വലിയ കരുണയോടെ ഈശോ നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഈ തോറ്റ് കിടക്കുന്ന, വേദനിക്കുന്ന, എല്ലാം തീർന്നു എന്ന് പറയുന്ന എന്നെ നിങ്ങളെയും പിടിച്ചു പൊക്കാൻ പറ്റുന്ന, ഈ അന്ധകാരത്തിൽ കിടന്ന് പെടാപ്പാട് വിടും നമ്മളെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ഒരു വെളിച്ചം, ഈശോയുടെ കരുണ ഈശോ തൻ്റെ ഹൃദയത്തിൽ നിന്ന് നമ്മളിലേക്ക് ചൊരിയുന്നുണ്ട്. അത് സ്വീകരിക്കണം. ആ വെളിച്ചത്തിൽ മുന്നോട്ട് നീങ്ങണം. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എവിടെയെങ്കിലുമൊക്കെ ഒരു നിരാശ വന്നു പോകുമ്പോൾ നിങ്ങൾ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം. കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം. ചിലരുണ്ടോ അതൊക്കെ ഏറ്റവും അനുഗ്രഹങ്ങൾ നിറയുമെന്ന പറയാം. ഈ കരുണക്കൊന്തയെക്കുറിച്ച് പറയുന്ന ഈ ഒരു ഭാഗം നിങ്ങൾ എഴുതിയെടുത്തു. 1541 പാരഗ്രാഫാണ് ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ. 1541 പാരഗ്രാഫ്. അതിനകത്ത് കരുണക്കൊന്തയെക്കുറിച്ച് പറയുന്ന കാര്യം ഒന്ന് വായിച്ച് കേൾപ്പിച്ച് നമുക്കിത് അവസാനിപ്പിക്കാം. ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ 1541 പാരഗ്രാഫ്. കരുണക്കൊന്ത ചൊല്ലാൻ വേണ്ടിയിട്ട് ഈശോ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ഞാൻ നിനക്ക് നൽകിയ കരുണയുടെ ജപമാല ചൊല്ലാൻ ആത്മാക്കളെ പ്രോത്സാഹിപ്പിക്കുക. കരുണയുടെ ജപമാല ചൊല്ലി ചോദിക്കുന്നതെല്ലാം ഞാൻ അവർക്ക് നൽകും. ഈശോയുടെ വാഗ്ദാനമാണ്. കരുണയുടെ ജപമാല ചൊല്ലി ചോദിക്കുന്നതെല്ലാം ഞാൻ അവർക്ക് നൽകും. നമ്മൾ ഇന്ന് ചിന്തിച്ച വിഷയമായിട്ട് ചേർത്ത് ചിന്തിക്കണം. ഈശോയോട് കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ മുറിവിൽ നിന്നൊഴുകിയ ആ വെളിച്ചത്താൽ എന്നെ സൗഖ്യപ്പെടുത്തണമേ. ഈശോ അത് കേൾക്കും. കരുണക്കൊന്ത ചൊല്ലി നിങ്ങളുടെ വേദനകൾ ഈശോയ്ക്ക് കൊടുക്കുക. കരുണക്കൊന്ത ചൊല്ലി ഈശോയ്ക്ക് നിങ്ങളുടെ മുറിവുകളെ കൊടുക്കുക. നമുക്ക് നമ്മുടെ കടമോ രോഗമോ വേദനയോ ഒന്നുമല്ല, പ്രത്യേകിച്ച് നിങ്ങളുടെ ആന്തരിക മുറിവുകൾ, നിങ്ങളുടെ മനസ്സിനേറ്റ മുറിവുകൾ, നിങ്ങളുടെ ഭയങ്ങൾ, നിങ്ങളുടെ കോംപ്ലക്സുകൾ, നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് എല്ലാം ഈശോയുടെ കൊടുത്തേ. എവിടെയെങ്കിലൊക്കെ ഉണങ്ങാതെ കിടക്കുന്ന ചില വേദനകളുണ്ടോ, ചില കളിയാക്കലുകളുടെ തിക്താനുഭവങ്ങളുണ്ടോ, ഈശോയ്ക്ക് കൊടുത്തേ. എൻ്റെ കരുണക്കൊന്ത ചൊല്ലി എന്നോട് ചോദിക്കുന്ന എല്ലാം ഞാൻ അവർക്ക് കൊടുക്കും. പ്രകാശം കിട്ടും. ഒന്നുകൂടെ കഴിയേ, കരുണയുടെ ജപമാല ചൊല്ലി ചോദിക്കുന്നതെല്ലാം ഞാൻ അവർക്ക് നൽകും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം ഇങ്ങനെയാണ്: കഠിന പാപികൾ ഇത് ചൊല്ലുമ്പോൾ അവരുടെ ആത്മാക്കളെ ഞാൻ സമാധാനം കൊണ്ട് നിറയ്ക്കുകയും അവരുടെ മരണസമയം സന്തോഷപ്രദമാവുകയും ചെയ്യും. എന്ന് വെച്ചാൽ സമാധാനം കിട്ടും. 2, നല്ല മരണം നിങ്ങൾക്ക് ഉണ്ടാവുന്നു. ഹാപ്പി അല്ലേ കൂട്ട? സന്തോഷമല്ലേ അല്ലേ? സമാധാനം കിട്ടും. എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴൊക്കെ കരുണക്കൊന്ത ചൊല്ലുന്നോ, നമ്മളൊക്കെ പാപികളാണ്, നമ്മളൊക്കെ കുറവുകളുണ്ട്, എപ്പോഴൊക്കെ കരുണക്കൊന്ത ചൊല്ലുന്നോ അത് ഏറ്റവും വലിയ പാപിയാട്ടെ, അയാളിലേക്ക് ഈശോയുടെ സമാധാനം നിറയും. ഒപ്പം തന്നെ മരണസമയം ഏറ്റവും സന്തോഷമായിരിക്കും. നിങ്ങളൊക്കെ എങ്ങനെയായിരിക്കും മരിക്കുന്നത്? ആരെയും തല്ലിക്കൊല്ല അച്ഛാ, അങ്ങനെയാണോ? അല്ല, സന്തോഷത്തോടെ മരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതല്ലേ അല്ലേ? നമ്മൾ ചില പറയില്ലേ നല്ല മരണമായിരുന്നു എന്നൊക്കെ പറയില്ലേ ആളുകളെ കുറിച്ച്. നല്ല മരണമായിരുന്നു എന്നുവെച്ചാൽ അവർക്ക് വേറെ ടെൻഷൻസ് ഒന്നുമില്ല, ശാന്തമായി ഉറങ്ങി. നമുക്ക് ഇന്ന് മരിച്ചാൽ സന്തോഷത്തോടു കൂടി ആയിരിക്കും നിങ്ങൾ മരിക്കണേ? അയ്യോ, എന്തോരം കാര്യങ്ങൾ ചെയ്യാണ്ട് നമുക്കല്ലേ, എന്തോരം കാര്യങ്ങൾ ചെയ്യാം. സമാധാനത്തോടു കൂടി ജീവിച്ചാൽ സന്തോഷത്തോടെ മരിക്കും. രണ്ടും ഇല്ല, മരണം മാത്രമുണ്ട്. സമാധാനത്തോടു കൂടി ജീവിക്കുക. സമാധാനം കിട്ടാനുള്ളൊരു വഴിയാണ് കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക. കരുണക്കൊന്തയിൽ ഈശോയുടെ മുറിവുകളെ ധ്യാനിക്കുക. ആ മുറിവിൽ നിന്ന് കിട്ടുന്ന കരുണയും പ്രകാശവും ലഭിക്കുക. സമാധാനത്തോടെ ജീവിക്കുക, സന്തോഷത്തോടെ മരിക്കുക. അതല്ലേ ലക്ഷ്യം, അത്രയല്ലേ ഉള്ളത്. കഴിഞ്ഞ് നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം സമാധാനത്തോടെ ജീവിക്കാൻ, സന്തോഷത്തോടെ മരിക്കാൻ കർത്താവ് ഈശോ മിശിഹാ നിങ്ങളെ സഹായിക്കട്ടെ. പറഞ്ഞേ ആമേൻ. എന്നെ വേണേ അനുഗ്രഹിച്ചു. സമാധാനത്തോടെ ജീവിക്കാൻ, സന്തോഷത്തോടെ മരിക്കാൻ അച്ഛനെ ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.